പതിവ് പോലെ തിരക്കേറിയ ഒരു ദിവസത്തിലാണ് കഥ ആരംഭിക്കുന്നത്. നഗരത്തിന്റെ ഒത്തനടുവിൽ റാഡിസൺ ബ്ലൂ ഹോട്ടൽ തല ഉയർത്തി നിന്നു. വൈകാതെ ഹോട്ടലിലേക്ക് ജോലിക്കാരായ ഓരോരുത്തരും എത്തിത്തുടങ്ങി. ആ ഹോട്ടലിൽ പുതുതായി ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുറച്ചധികം യുവാക്കളുണ്ട്, യുവതികളും. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഷൂലി അയ്യർ എന്ന് വിളിക്കുന്ന ഏറെ സമർത്ഥയായ ഒരു പെൺകുട്ടി. മറ്റൊന്ന് ഡാനിഷ് എന്ന ഡാനെന്ന് ഏവരും വിളിക്കുന്ന ഉഴപ്പനായൊരു പയ്യൻ. ഹോസ്പിറ്റാലിറ്റി ട്രീറ്റ്മെന്റിന്റെ എല്ലാ ഭാഗത്തുകൂടെയും ട്രെയിനികളായ അവർക്ക് കടന്നുപോകണമായിരുന്നു. മറ്റുള്ളവരൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറി മാറി ജോലി ചെയ്യുമ്പോൾ ഡാനിഷിന് പലപ്പോഴും ശിക്ഷാവിധികളുടെ അടിസ്ഥാനത്തിലും അവന്റെ ഉഴപ്പൻ സ്വഭാവവും കാരണം ക്ലീനിങ്ങിലും മറ്റുമായിരുന്നു കൂടുതലും പോസ്റ്റിംഗ് കിട്ടിയിരുന്നത്. ഡാൻ അന്നും ക്ലീനിങ്ങിലായിരുന്നപ്പോ അങ്ങോട്ടേക്ക് വന്ന സഹപ്രവർത്തക ഡാനിനെ അതിന്റെ പേരിൽ കളിയാക്കി. ഡാനിന് ദേഷ്യം വന്നെങ്കിലും അവനത് പ്രകടമാക്കിയില്ല. പക്ഷേ ക്ലീനിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ പുറത്തെ ഹോട്ടൽ മുറിയിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിരുന്നു. തന്റെ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ അതിൽ ചെരുപ്പുകൾ ചവിട്ടിത്തുടച്ച് അവൻ തീർത്തു. പക്ഷെ അപ്പോഴവൻ ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യമുണ്ട്. ആ 5 സ്റ്റാർ ഹോട്ടലിന്റെ മുക്കിലും മൂലയിലും ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. പിന്നെ പറയണ്ടല്ലോ, അന്ന് അവരുടെ ട്രെയിനിങ് സൂപ്പർവൈസർ എല്ലാവരെയും വിളിച്ചു വരുത്തി ഗുണദോഷിക്കുന്നതിനിടയിൽ പേരെടുത്തു പറയാതെ ഡാനി ചെരുപ്പ് വിരിയിൽ ചവിട്ടിത്തൂത്ത കാര്യമൊക്കെ എടുത്തു പറഞ്ഞ അയാൾ ഗുണദോഷിച്ചു. പക്ഷേ ഡാനിയാണ് സൂപ്പർവൈസർ ഉദ്ദേശിക്കുന്നത് എന്നവിടെയുള്ള ഏവർക്കും അറിയാമായിരുന്നു. സൂപ്പർവൈസിംഗ് മാനേജർ പിന്നാലൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഡിപ്ലോമയുടെ അവസാനഘട്ട ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ട്രെയിനിങ് പരാജയപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ കയറിയപ്പോ സൈൻ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്, ഒരു ബോണ്ടുണ്ട്. ബോണ്ടിലെ കണ്ടീഷൻ പ്രകാരം 3 ലക്ഷം രൂപ നിങ്ങൾ ഈ ഹോട്ടലിലേക്ക് അടയ്ക്കേണ്ടി വരും. മറ്റൊന്ന്, നിങ്ങളുടെ ഡിപ്ലോമയും ക്യാൻസൽ ചെയ്യപ്പെടും. അതുകൊണ്ട് എല്ലാവരും തന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറുന്നത് നല്ലത്. അടുത്ത ദിവസം ഡാനിന് റിസപ്ഷനിലായിരുന്നു ജോലി. റിസപ്ഷനിൽ ഡാൻ ജോലിക്കുള്ളപ്പോ ഒരു ഗസ്റ്റ് ഒരു ലേഡിയുമായിട്ട് വന്നു. ഓൺലൈനിൽ അയാൾ ബുക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ സെക്കൻഡറി ആണെന്നും നിലവിൽ ട്വിൻ ബെഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഡബിൾ ബെഡ്റൂം അവൈലബിൾ അല്ല എന്ന് ഡാൻ പൊളൈറ്റായി അറിയിച്ചു. പക്ഷെ അയാൾ ഡാനിനോട് തട്ടിക്കയറുകയാണ്. അതോടെ ഡാനിനും ദേഷ്യം വന്നു. എന്റെ ഭാര്യയ്ക്കൊപ്പം വരുമ്പോഴാണോടോ ബെഡിലെന്ന് പറയുന്നത്, ഇതെങ്ങനെ ശരിയാകും എന്ന മട്ടിലാണ് അയാൾ ചോദ്യം ചെയ്തതെങ്കിൽ ഡാൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. കഴിഞ്ഞ തവണ സാറ് മുറിയെടുക്കാൻ വന്നപ്പോ ഞാൻ തന്നെയായിരുന്നു റിസപ്ഷനിൽ. അന്ന് കൂടെ ഉണ്ടായിരുന്നത് മുൻഭാര്യയാണോ? വന്നിരുന്ന ഗസ്റ്റ് ഒരു പെണ്ണുപിടിയനാണ് എന്ന അർത്ഥത്തിലായിരുന്നു ഡാൻ അത് ചോദിച്ചത്. അതോടെ ഗസ്റ്റിന് നല്ല ദേഷ്യം വന്നു. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ട്വിൻ ബെഡിന്റെ കീയും വാങ്ങി അയാൾ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം ഡാൻ പൂൾ ഏരിയയിൽ ജോലിക്കായി തയ്യാറെടുക്കുമ്പോ മാനേജർ അങ്ങോട്ടേക്ക് വന്നു. തലേ ദിവസത്തെ ആ സംഭവത്തിന്റെ പേരിൽ ഗസ്റ്റ് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഗസ്റ്റിന്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താനൊന്നും ആരും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഗസ്റ്റ് ആരാ എങ്ങനെയെന്നൊന്നും നോക്കേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഡാനിനെ വാൺ ചെയ്ത മാനേജർ, നിനക്കിന്ന് ഇവിടെയല്ലോ ഡ്യൂട്ടി, പോയി ക്ലീനിങ് വർക്ക് ചെയ്യ് എന്ന തരത്തിൽ പറഞ്ഞു. സാർ, ഞാൻ എപ്പോഴും ക്ലീനിങ് വർക്കില്ല, എനിക്ക് മറ്റെന്തെങ്കിലും നല്ലൊരു പണി തന്നൂടെ എന്ന തരത്തിൽ ഡാൻ റിക്വസ്റ്റ് ചെയ്തെങ്കിലും ഡാനിന്റെ ഉഴപ്പൻ സ്വഭാവം കാരണം ഡാനിനെ ശകാരിക്കുകയായിരുന്നു മാനേജർ ചെയ്തത്. പക്ഷേ അവിടം കൊണ്ടും ഒന്നും അവസാനിച്ചില്ല. അന്ന് ഹോട്ടലിലുണ്ടായിരുന്ന ഒരു ഗസ്റ്റ് കുടുംബമടക്കം വെക്കേറ്റ് ചെയ്യുകയായിരുന്നു. ഡാനായിരുന്നു അവർക്ക് അകമ്പടി പോയിരുന്നത്. പക്ഷേ കൂട്ടത്തിൽ ചെറിയ കുട്ടിയെ കാണുന്നില്ലെന്ന് അവർ പറഞ്ഞു. ഡാൻ അതോടെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് ഡാൻ കാണുന്നതോ ആ പയ്യൻ റൂമിലെ ഷാമ്പുവും ബോട്ടിൽസും മറ്റു വസ്തുക്കളും ഒക്കെ എടുത്ത് ടോയ്ലറ്റിനകത്തേക്കിടുന്നതായിരുന്നു. അത് കണ്ട് ഡാനിന് വല്ലാതെ അരിശം വന്നു. ആ പയ്യനെ പൊക്കിയെടുത്ത് പുറത്തിറക്കി ഉയരമുള്ള ഒരു റാക്കിന്റെ മുകളിൽ കയറ്റിയിരുത്തി ആ പയ്യൻ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കിയിട്ട് ഡാൻ അവിടെ നിന്ന് പോന്നു. തന്റെ അരിശം ഡാൻ അത്തരത്തിലായിരുന്നു തീർത്തത്. പിന്നീട് മറ്റൊരു സ്റ്റാഫ് വന്നായിരുന്നു ആ കുട്ടിയെ താഴെ ഇറക്കിയത്. ഇതെല്ലാമാണെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തിരുന്നു. പിന്നെ പറയണ്ടല്ലോ, മാനേജറാൽ ഡാൻ വിളിപ്പിക്കപ്പെട്ടു. ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത ഡാനിന്റെ കരിയർ തന്നെ ഇല്ലാതാവും എന്ന തരത്തിൽ മാനേജർ ഡാനിനെ കുറ്റപ്പെടുത്തി. ഡാൻ മാനേജറോട് ക്ഷമ ചോദിച്ചെങ്കിലും അത് ക്ഷമിക്കുവാൻ മാനേജർ തയ്യാറായിരുന്നില്ല. താൻ ഒഫീഷ്യൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നില്ല. പക്ഷേ ഡാനിനെ ഇനി സേവന മേഖലയുടെ മുൻനിരയിലൊന്നും കണ്ടേ പോവരുത് എന്ന് പറഞ്ഞ മാനേജർ ലോണ്ടറി ക്ലീനിങ്ങിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാലും ഡാനിന്റെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല. ഇങ്ങനെ അടിമപ്പണി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല, ഇതൊന്നും ശരിയല്ല, സ്വന്തമായിട്ട് നമ്മളൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ബിസിനസ് ആരംഭിക്കണം, ഞാനും കൂട്ടുകാരും ചേർന്ന് റെസ്റ്റോറന്റ് ഇടും എന്നൊക്കെ ഡാൻ നിർത്താതെ അവിടെ നിന്ന് ഓരോന്ന് ചിലച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ സഹികെട്ട് ലോണ്ടറി ഏരിയയിൽ ജോലി നോക്കുന്ന ഒരുത്തൻ ഡാനിനടുത്ത് ചെന്ന്, ഞങ്ങൾ നിന്റെ സീനിയറാ, അതുകൊണ്ട് ഒരുപാട് ഇവിടെ കിടന്ന് ചിലക്കണ്ട എന്ന് പറഞ്ഞ് ഡാനിനെ വാൺ ചെയ്തു. അതോടെയായിരുന്നു ഡാൻ തന്റെ വായടച്ചത്. തന്റെ കൂടെ ഹോട്ടലിൽ ട്രെയിനിങ് ചെയ്യുന്ന കൂട്ടുകാരായ മാൻജീത്തിനും ഇഷാനിക്കും ഒപ്പമായിരുന്നു ഡാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവരൊന്നിച്ച് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും അതൊന്നും നടപടിയാകും എന്ന് കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഡാൻ ഏവരിൽ നിന്നും അകന്നു നിൽക്കുന്നൊരു സ്വഭാവമായിരുന്നു. ഡാനിന്റെ ഈ സ്വഭാവമൊക്കെ കൊണ്ട് ആർക്കും അവനോട് വലിയ താല്പര്യവുമില്ല. മറുവശത്ത് ഷൂയിലിയാകട്ടെ പ്രകൃതി വല്ലാതെ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ചും പാതിരാമുല്ല ചെടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി
പെൺകുട്ടിയായിരുന്നു. ബംഗാളിയിലുള്ള ഷൂയിലിയുടെ പേരിന്റെ അർത്ഥം തന്നെ പാതിരാമുല്ല എന്നാണ്. അന്ന് പൊഴിഞ്ഞു വീണ പാതിരാമുല്ലയുടെ മുല്ലപ്പൂക്കൾ ഷൂയിലി പെറുക്കിയെടുത്തു. അത് മണത്തു നോക്കി ആസ്വദിക്കുകയും ചെയ്തു. അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഷൂയിലി തിരികെ എത്തുമ്പോൾ കണ്ടത് ഡാൻ അവിടെ കിടന്നുറങ്ങുന്നതും അവളൊരു ബൗളിലിട്ട് വെച്ചിരുന്ന പാതിരാമുല്ലപ്പൂക്കൾ താഴെ വീണ് ചിതറിക്കിടക്കുന്നതുമായിരുന്നു. ഉറക്കത്തിലായിരുന്ന ഡാനിനെ വിളിച്ചെഴുന്നേപ്പിച്ച് നീയാണോ ഇത് തട്ടിയിട്ടത് എന്ന മട്ടിൽ ഷൂയിലി ചോദിച്ചു. ഇല്ലെന്നും ഞാൻ വന്നപ്പോഴേ വീണ് കിടക്കുകയായിരുന്നെന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാനേജറോട് കംപ്ലൈന്റ് ചെയ്തോളൂ എന്നുമായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച അസ്വസ്ഥതയിൽ ഡാൻ അവളോട് പറഞ്ഞത്. താഴെ വീണ പൂക്കൾ ഷൂയിലി പെറുക്കിയെടുത്തു. ഡാനാകട്ടെ പെറുക്കാൻ കൂടിയില്ലെന്ന് മാത്രമല്ല ഓരോയിടത്തും വീണ പൂക്കൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടുമിരുന്നു. അന്ന് വൈകിട്ട് ഹോട്ടലിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയിൽ 3 ഷാമ്പയിൻ ബോട്ടിൽസ് ബാക്കി വന്നു. അപ്സ്റ്റേഴ്സിലേക്ക് ആ ബോട്ടിൽ എടുത്തുകൊണ്ടുപോയ ഡാൻ തന്റെ കൂട്ടുകാരായ സഹപ്രവർത്തകർക്കൊപ്പം അതൊക്കെ കുടിച്ച് ആഘോഷിച്ചു. പിറ്റേന്ന് മാനേജർ ലിസ്റ്റിൽ ഷാമ്പയിൻ ബോട്ടിൽ മിസ്സിംഗ് ആയ കാര്യം അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ചോദ്യം ചെയ്തു. പ്രത്യേകിച്ചും ലേഡി ഇന്ത്യൻസിനെയായിരുന്നു വിളിച്ചത്. ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും ഷാമ്പയിൻ ബോട്ടിൽ എടുത്തത് ആരാണെന്നും പറയുവാൻ മാനേജർ ആവശ്യപ്പെട്ടെങ്കിലും അവരിൽ ആരും തന്നെ അത് പറയുന്നുണ്ടായിരുന്നില്ല. ഡാനാണ് അതെടുത്തത് എന്ന് മാനേജറിന് അറിയാമായിരുന്നു. ഡാനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ നോക്കരുത് എന്ന തരത്തിൽ മാനേജർ വാൺ ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടിയ പാർട്ടി കൂടിയത് എന്നായിരുന്നു കൂട്ടത്തിലൊരാൾ മറുപടി കൊടുത്തത്. പക്ഷേ ഡാനാണ് പ്രതിയെന്ന് മാനേജർ മനസ്സിലാക്കിയല്ലോ. ഡാനിന് അതുകൊണ്ട് തന്നെ ശിക്ഷയെന്ന തരത്തിൽ ജോലി കിട്ടി. ഹോട്ടലിലെ കൊതുകുകളെ കൊല്ലുക എന്നതായിരുന്നു ജോലി. ഡാൻ ആ ജോലിയൊക്കെ ചെയ്യുമ്പോൾ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ഷൂലി അതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. വീണ്ടും ഡാനിന് ക്ലീനിംഗ് ഡ്യൂട്ടി തന്നെയായിരുന്നു. ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുവാൻ ഡാൻ മാനേജറിന് മുകളിലുള്ള സുപ്പീരിയർ ഹെഡിനെ ചെന്ന് കണ്ടു. പക്ഷേ ഡാനിന്റെ കുറ്റകൃത്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്ന അദ്ദേഹം ചെയ്യുന്ന ജോലി ആദ്യം നല്ല രീതിയിൽ ചെയ്തു പഠിക്ക് എന്ന തരത്തിലായിരുന്നു മറുപടി പറഞ്ഞത്. ഡാൻ പിന്നാലെ 30th ഡിസംബറിന് തനിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞു. അന്ന് പാരന്റ്സിന്റെ ആനിവേഴ്സറിയാണ്, സിൽവർ ജൂബിലിയാണ് എന്നൊക്കെ ഡാൻ പറഞ്ഞെങ്കിലും ഹോട്ടല് ഫുള്ളാണെന്നും എല്ലാവരും ഡബിൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുകയാണെന്നും ലീവ് തരാൻ പറ്റില്ല എന്നുമായിരുന്നു സുപ്പീരിയർ പറഞ്ഞത്. അങ്ങനെ ന്യൂ ഇയർ ഈവിന്റെ ദിവസം എത്തി. ഡിസംബർ 31. ഹോട്ടലിൽ ജോലി നോക്കുന്ന ഇന്ത്യൻസ് അടക്കമുള്ള സ്റ്റാഫുകൾ ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് തന്നെ ഹോട്ടലിന്റെ 3ാം നിലയിലെ ചെറിയൊരു ബാൽക്കണി ഏരിയയിൽ ഒത്തുകൂടി മദ്യപിക്കുകയും ന്യൂ ഇയർ ഈവ് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഡാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഈ ഡാൻ ഇതെവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് ഷൂലി ടെറസിന്റെ കൈവരിയിലേക്ക് കയറിയിരുന്നു. മഞ്ഞ് വീണ് കിടന്നതുകൊണ്ട് വെള്ളമുണ്ടായിരുന്നു. കൈകുത്തി ഷൂലി കയറിയിരുന്നതും ഷൂലിയുടെ കൈ തെറ്റി. ആ 3ാം നിലയ്ക്ക് മുകളിൽ നിന്ന് ഷൂലി താഴേക്ക് പതിച്ചു. അവിടെ കൂടിയിരുന്നവരൊക്കെയും ഒരു നിമിഷത്തേക്ക് അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കപ്പെട്ടു. ഷൂലിക്ക് ചെറിയ തോതിൽ ശ്വാസമുണ്ടായിരുന്നു. വേഗത്തിൽ അവൾ ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ കാഴ്ചയൊക്കെ കണ്ട് ഇഷാനി കരയുമ്പോ മഞ്ജിത്ത് ഇഷാനിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാനേജർ പോലീസിന് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തു. ആശുപത്രിയിലേക്ക് ഷൂലി മാറ്റപ്പെട്ടപ്പോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് അങ്ങോട്ടേക്കും എത്തിയിരുന്നു. വിവരമറിഞ്ഞ് ഷൂലിയുടെ അമ്മയായ വിദ്യ അയ്യർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഷൂലിക്ക് 2 സഹോദരങ്ങളുമുണ്ട്. ഷൂലി മദ്യപിക്കില്ലെന്നും വീണപ്പോ അവൾ ഉറപ്പായും മദ്യപിച്ചിട്ടുണ്ടാവില്ല എന്നും വിദ്യ അയ്യർ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഷൂലിയുടെ ഓപ്പറേഷൻ നടന്നു. തലയിൽ രക്തസ്രാവം സംഭവിക്കുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്തിരുന്ന ഷൂലിയെ ഓപ്പറേഷനിലൂടെ അതൊക്കെ നീക്കം ചെയ്ത് രക്ഷപ്പെടുത്താൻ ഡോക്ടേഴ്സ് ശ്രമിച്ചു. ഷൂലി വൈകാതെ കോമയിലേക്ക് പോവുകയും വെന്റിലേറ്റർ സഹായത്തിലാവുകയും ചെയ്തു. അടുത്ത ദിവസം ഹോട്ടലിലെ സ്റ്റാഫുകളൊക്കെയും ഷൂലിയെ കാണാനെത്തിയിരുന്നു. അപ്പോഴാണ് ഡാനും അങ്ങോട്ടേക്ക് വിവരമറിഞ്ഞെത്തുന്നത്. സംഭവം നടന്നപ്പോ എന്നെ ഒന്ന് അറിയിച്ചൂടായിരുന്നോ എന്ന് ഡാൻ ചോദിച്ചു. നിന്നെ എത്ര തവണ വിളിച്ചെന്നാ നീ ഫോൺ എടുക്കണ്ടേ എന്നായിരുന്നു മാൻജീത്തിന്റെ മറുചോദ്യം. അപ്പോഴാണ് മാനേജർ അങ്ങോട്ടേക്ക് വന്നത്. മാനേജറുടെ പക്കൽ ഒരു വിസിറ്റേഴ്സ് പാസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. മാനേജർ അത് ഇഷാനിക്ക് കൈമാറി. കൂട്ടത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഷൂലിയെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ആ പാസ് ഉപകരിക്കുമല്ലോ. അന്വേഷണമൊക്കെ നടക്കുകയാണെന്നും എല്ലാം പൂർത്തിയാവുന്നവരെ നടന്ന സംഭവങ്ങളെപ്പറ്റി ആരും അധികമൊന്നും എവിടെയും സംസാരിക്കണ്ട എന്നും മാനേജർ പോകുന്നതിന് മുമ്പ് അവരോടായി പറഞ്ഞു. ഇഷാനി പിന്നാലെ പാസ് ഡാനിന് കൊടുത്തു. ഡാൻ മാത്രമേ ഇനി ഷൂലിയെ നേരിട്ട് കാണുവാനുള്ളൂ. അവരൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോ ചെയ്യേണ്ട നിർദ്ദേശങ്ങളും ഇഷാനി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡാൻ അങ്ങനെ NCCUവിലുള്ള ഷൂലിയെ നേരിട്ട് ചെന്ന് കണ്ടു. അധിക നേരം അവൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് നോക്കി നിൽക്കാൻ അവന് സാധിക്കുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവൻ തിരികെ പോന്നു. അന്ന് റൂമിലെത്തിയപ്പോ ഡാൻ മാൻജീത്തിനടുത്ത് ഷൂലി കിടക്കുന്ന ആശുപത്രി റൂമിനെ പറ്റിയും അവളുടെ അവസ്ഥയെപ്പറ്റിയും സംസാരിച്ചു. എത്രമാത്രം ഭീതിതമാണ് താൻ കണ്ട കാഴ്ചയെന്ന് ഡാൻ വിശദീകരിക്കുമ്പോ കഴിഞ്ഞ 2 ദിവസമായി ആശുപത്രിയിൽ പോയിരുന്ന മാൻജീത്ത് ഓരോ കാര്യവും കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഒടുവിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഡാൻ മാറിയിരുന്നു. അടുത്തൊരു ദിവസം ഡോക്ടർ ഷൂലിയുടെ കുടുംബത്തെ വിളിച്ചു. ഷൂലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും പൂർണ്ണമായും അവൾ കോമയിലേക്ക് പോയ കാര്യവും ഡോക്ടേഴ്സ് അവരെ അറിയിച്ചു. ചില കേസുകളിൽ
മാത്രം അപൂർവമായി ആളുകൾ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വരാറുണ്ടെന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുമായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. ശൂലിയുടെ അമ്മ വിദ്യയെ അതുവല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഒപ്പം സഹോദരങ്ങളെയും. ശൂലിയുടെ സഹോദരങ്ങൾ ശൂലിക്ക് അടുത്തു ചെന്ന് ചേച്ചി എന്ന് വിളിച്ചെങ്കിലും ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇഷാനി പാസ് കൊണ്ടുവന്ന് ഡാൻ നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് ഡാനിന് നീട്ടി. പോകുന്നില്ലെന്ന് പറഞ്ഞ് ഡാൻ ഒഴിഞ്ഞതോടെ ഇഷാനി പാസ് മാൻജീത്തിന് കൊടുത്തു. പോകുന്ന വഴിയിൽ പക്ഷേ ഞാനിന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് മാൻജീത്തിൽ നിന്ന് പാസ് വാങ്ങി ശൂലിയെ കാണുവാൻ അവൻ പോവുകയാണ്. അന്ന് ആശുപത്രി റൂമിൽ എത്തുമ്പോ അവിടെ ഒരു നഴ്സുണ്ടായിരുന്നു. നഴ്സ് അവനോട് ആരാ, ബന്ധുവാണോ എന്ന് ചോദിച്ചു. അല്ലെന്നായിരുന്നു ഡാൻ പറഞ്ഞത്. ബോയ് ഫ്രണ്ടാണോ എന്ന ചോദ്യത്തിനും അല്ലെന്നവൻ തലകുലുക്കി. പിന്നെന്താ, കാഴ്ച കാണാൻ വേണ്ടി വന്നതാണോ എന്ന തരത്തിൽ ചോദിച്ച നഴ്സ് അവനോട് പുറത്തു പൊക്കോളാൻ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ശൂലിയുടെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ശൂലിയുടെ തലക്കേറ്റ ക്ഷതം മാരകമായതാണെന്നും അത് ഇറിവേഴ്സിബിൾ ആണെന്നും ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ശൂലിക്ക് ഫൈറ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയം അനുവദിക്കാം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. വേദനകൾക്കിടയിലും ശൂലിയുടെ അമ്മ ധൈര്യം കണ്ടെത്താൻ ശ്രമിച്ചു. ഇടയ്ക്കിടെ ഡാനും ഇഷാനിയും ശൂലിയെ ചെന്ന് കാണുമായിരുന്നു. ഡാനിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു കൗതുക കാഴ്ച മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് അവനൊരു ഫീലിങ്സ് പോലും തോന്നിയിരുന്നില്ല. ശൂലിയുടെ സഹോദരങ്ങളും അമ്മയുമായിരുന്നു മാറി മാറി ആശുപത്രിയിൽ നിന്നിരുന്നത്. ശൂലിയുടെ അമ്മ വിദ്യ IIT-യിൽ പ്രൊഫസറാണ്. പഠിപ്പിക്കാൻ വേണ്ടി അമ്മ പോകുമ്പോ സഹോദരങ്ങൾ ആശുപത്രിയിലിരിക്കും. അമ്മ വരുമ്പോ അവർ തിരികെ പോകും. നാൾക്ക് നാൾ ആശുപത്രി ബില്ല് കൂടിക്കൊണ്ടേ വരികയായിരുന്നു. വീട്ടിൽ വരുമാനമുള്ള ഒരേ ഒരു വ്യക്തി വിദ്യ മാത്രമാണ്. അതുകൊണ്ട് ജോലിക്ക് പോവാതിരിക്കുവാനും വിദ്യക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ 2 മാസക്കാലം പിന്നിട്ടിരുന്നു. വിദ്യയുടെ സഹോദരൻ ആശുപത്രിയിലെത്തി. ഇനിയും ശൂലിയെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തുടർന്ന് ജീവിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അതിലൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി എന്നും അയാൾ വിദ്യയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുമെന്നും അവർക്കൊരു തിരിച്ചുവരവില്ലെന്നും സമ്പാദ്യം മുഴുവൻ തീർന്നു പോവേയുള്ളൂവെന്നും ഇതിങ്ങനെ തുടരുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ വിദ്യയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒരിക്കലും ഈ ഹോട്ടൽ മാനേജ്മെന്റിനൊന്നും വിടില്ലായിരുന്നു, വല്ല എഞ്ചിനീയറിംഗും പഠിപ്പിച്ചേനെ എന്ന തരത്തിലും കുത്തി പറഞ്ഞു. ഇതൊക്കെ അടുത്ത് നിന്നിരുന്ന ഡാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഡാൻ പറഞ്ഞു, 2 മാസമല്ലേ ആയുള്ളൂ, അതൊന്നും ഒന്നുമല്ല, അവൾക്ക് വെറും 21 ആയിട്ടല്ലേ ഉള്ളൂ, എന്തിനാ ഒരു തീരുമാനമെടുക്കാൻ ഇത്രയ്ക്ക് തിരക്ക് കൂട്ടുന്നത്? വിദ്യയുടെ സഹോദരന് ഡാനിന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ല. നിന്നോട് അതിനെങ്കിലും അഭിപ്രായം ചോദിച്ചോടാ, പോവാൻ നോക്ക് എന്നയാൾ പറഞ്ഞു. ഡാനും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം ഹോട്ടലിൽ ഇഷാനിയും ഡാനും ഒന്നിച്ചായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം ഇഷാനി ശൂലി മുകളിൽ നിന്ന് വീണ ദിവസത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. പറയുന്ന കൂട്ടത്തിൽ വീഴുന്നതിന് മുമ്പ് അവൾ ചോദിച്ചത് ഡാൻ ഇതെവിടെ പോയി എന്നതാണെന്ന് കൂടി അവൾ പറഞ്ഞു. ഒരു ഞെട്ടലോടെയായിരുന്നു ഡാൻ അത് കേട്ടത്. എന്തോ ഇഷാനി പറഞ്ഞ ആ കാര്യം ഡാനിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. എന്തിനായിരിക്കും വീഴുന്നതിന് മുമ്പ് ശൂലി തന്നെ പറ്റി പറഞ്ഞത് എന്നൊക്കെയുള്ള ചിന്ത അവന്റെ തലയിൽ കടന്നുകൂടി. ഡാൻ അന്ന് ഹോട്ടലിൽ ശൂലി വീണയെടുത്ത് പോയി നോക്കുകയും മറ്റും ചെയ്തു. അന്ന് തിരികെ റൂമിലേക്ക് എത്തിയപ്പോ മാൻജീത്തിനടുത്ത് അവൾ വീഴുന്നതിന് മുമ്പ് ഡാൻ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ എന്നിട്ട് ഇതുവരെ എന്നോടത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അവളത് കാഷ്വലായി ചോദിച്ചതാണെന്നും വേറൊന്നുമില്ലെന്നും മാൻജീത്ത് അടക്കം പറഞ്ഞെങ്കിലും ഡാനിന് എന്തുകൊണ്ടോ അതങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവൻ മാൻജീത്തിനോടും മറ്റും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. മാൻജീത്ത് ചോദിച്ചു, അവളത് ചോദിച്ചിട്ട് വീണു, അതിലിപ്പോ നിനക്കെന്താ? ഞാനിനി എങ്ങനെ അവളോട് പോയി ഞാൻ എവിടെയായിരുന്നെന്ന് പറയുക എന്നായിരുന്നു ഡാൻ ചോദിച്ചത്. അതോടെ മാൻജീത്തും കൂട്ടുകാരനും മിണ്ടിയില്ല. ഒരു നിമിഷം അവിടെ തലപുകഞ്ഞിരുന്ന ഡാൻ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി നേരെ ആശുപത്രിയിലേക്ക് പോയി. അകത്തേക്ക് കയറുവാൻ അവൻ ശ്രമിച്ചെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് വിടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു ഘട്ടത്തിൽ അവൻ അകത്ത് കിടക്കാൻ പറ്റി. NCCവിന്റെ മുമ്പിലെത്തി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെയും കൺവിൻസ് ചെയ്ത് ഒരു നിമിഷം മതി, ഒരു കാര്യം പറഞ്ഞിട്ട് വേഗം തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. പിന്നാലെ ശൂലിയുടെ മുമ്പിലെത്തി. ഹായ്, അന്ന് വീഴുന്നതിന് മുമ്പ് ഞാൻ എവിടായിരുന്നെന്നല്ലേ നിനക്ക് അറിയേണ്ടിയിരുന്നേ? ഞാനന്ന് മുങ്ങിയതായിരുന്നു. അവളോട് അത് പറഞ്ഞ് ഒരു നിമിഷം തലയൊക്കെ ചൊറിഞ്ഞ് ഡാൻ അവിടെ നിന്ന് പോന്നു. ശൂലിയുടെ അവസാന വാക്കുകൾ തന്നെ പറ്റിയായിരുന്നു എന്നുള്ളത് ഡാനിനെ കുഴപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് തന്റെ മേൽ വലിയ സ്പെഷ്യൽ താല്പര്യവും ഉണ്ടായിരുന്നോ, പ്രണയമുണ്ടായിരുന്നോ എന്നൊക്കെ അവൻ സംശയിക്കാൻ തുടങ്ങി. ശൂലിയെ വിട്ട് ആശുപത്രി വിട്ട് പോരുവാൻ അവന് പിന്നീട് മനസ്സ് വന്നില്ല. അവൻ ആശുപത്രിക്ക് പുറത്ത് കിടന്നുറങ്ങി. ആശുപത്രിയിൽ തന്നെ സമയം ചെലവിടാൻ ആരംഭിച്ചു. എന്തിനേറെ പറയുന്നു, അവൻ ഇഷാനിയെ പോയി കണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശൂലി തന്നെ പറ്റി വലുതും ചോദിച്ചിരുന്നോ, അവൾക്ക് തന്റെ മേൽ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന മട്ടിലൊക്കെ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. നിനക്കെന്തടാ വട്ടാണോ എന്നൊക്കെയായിരുന്നു ഇഷാനിയുടെ മറുചോദ്യം. നിങ്ങൾ തമ്മിൽ സ്വഭാവത്തിൽ ഒരു ചേർച്ചയുമില്ലാത്തവരാണെന്നും അവൾക്ക് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇഷാനി പറഞ്ഞു. പക്ഷെ അവൾ അവസാനമായി അന്വേഷിച്ചത് എന്നെയല്ലേ, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ എന്ന് ഡാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡാൻ അപ്പോഴാണ് ഹോട്ടലിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ശൂലിയുടെ കാറ് കാണുന്നത്.
തോന്നുന്നത് ഷൂലി അപകടത്തിൽപ്പെട്ടതിനു ശേഷം ആ കാർ എടുക്കാൻ ആരും വന്നിരുന്നില്ല. അവൻ ആ കാർ എടുത്ത് വാഷ് ചെയ്ത് ഷൂലിയുടെ വീട്ടിലെത്തിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഷൂലിയുടെ അമ്മ വിദ്യ ഡാനിനെ നന്ദി പറഞ്ഞു. ആശുപത്രിക്കും കോളേജിനും ഇടയിലുമുള്ള ഓട്ടത്തിൽ കാറിന്റെ കാര്യമേ അങ്ങ് മറന്നുപോയി എന്നും അവർ പറഞ്ഞിരുന്നു. പ്രതീക്ഷകളറ്റ പോലായിരുന്നു വിദ്യയുടെ സംസാരമുണ്ടായിരുന്നത്. ഡാൻ പറഞ്ഞു, ചെറുപ്പത്തിൽ എന്റെ കൈയൊടിഞ്ഞിരുന്നു, 1 മാസം കൊണ്ട് ശരിയാകും എന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞ കാലയളവിലൊന്നും അത് ഓക്കെ ആയില്ല. പക്ഷെ ഇപ്പോ നോക്കിക്കേ, അത് പൂർണ്ണമായും ശരിയായി. ഷൂലിയുടെ കാര്യവും ഇതുപോലെ തന്നെയാ. കുറച്ച് സമയമെടുത്താലും അവള് പൂർണ്ണമായി ശരിയായി തിരിച്ചു വരും. അവന്റെ പ്രതീക്ഷയിട്ട വാക്കുകൾ ദുഃഖത്തിനിടയിലും വിദ്യയുടെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി തെളിച്ചു. ഷൂയിലൂടെ അവസാന വാക്കുകൾ തന്നെ പറ്റിയായിരുന്നു എന്നറിഞ്ഞതു മുതൽ ഡാൻ പിന്നീട് ഹോസ്പിറ്റൽ വിട്ട് പോയതേയില്ല. എപ്പോഴും ഷൂയിലിയെ ചുറ്റിപ്പറ്റി ഹോസ്പിറ്റലിൽ അവനുണ്ടാകും. അവളുടെ മൂത്രത്തിന്റെ അളവ് കൂടുന്നത് പോലും അവൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഷൂയിലിയുമായി അടുത്ത ബന്ധം ഒന്നുമില്ലാത്ത അവനിങ്ങനെ അവളുടെ കാര്യം നോക്കാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് അവിടുത്തെ നഴ്സിന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മൂത്രത്തിന്റെ അളവ് കൂടിയത് കണ്ടതും അവനൊരു അഭിപ്രായം പറഞ്ഞു. അവളുടെ കിഡ്നി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തലക്കേറ്റ ആഘാതം വൃക്കയെ ബാധിച്ചിട്ടില്ലല്ലേ? നഴ്സ് അതേന്ന് തലകുലുക്കി. പിന്നാലെ അവനോട് പുറത്തേക്ക് പോവാനും പറഞ്ഞു. ഡാനും പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഡാനിന്റെ താമസം പിന്നീട് ഹോസ്പിറ്റലിൽ എന്ന പോലായി. ഹോസ്പിറ്റലിലെ സോഫയിൽ അവൻ കിടന്നുറങ്ങും. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫ്രഷപ്പ് ചെയ്യും. ഷൂലിക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യും. വിദ്യയുടെ കുടുംബത്തെ സഹായിക്കും. ഷൂലിയോട് മറ്റൊരു തരത്തിലും അടുത്ത ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും അവനതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് മാത്രമായിരുന്നു അവൻ ജോലിക്ക് ഹോട്ടലിൽ പോയിരുന്നത്. അതിന്റെ പേരിൽ കൂട്ടുകാരുടെ അടുത്തു നിന്നുപോലും അവന് പരാതി കേൾക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വിദ്യയുടെ സഹോദരൻ വീണ്ടും വന്നിരുന്നു. ഇനിയും ഇങ്ങനെ സമയം കൊടുത്തിട്ട് എന്ത് കാര്യം, ഒക്കെ അവസാനിപ്പിക്കുന്നതാ നല്ലത്. അവൾക്ക് നിന്നെപ്പോലും ഓർമ്മയില്ല എന്ന് സഹോദരൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഡാൻ ആ സമയം മറുപടി പറയുകയാണ്, അവൾക്ക് നമ്മളെ ഓർമ്മയില്ലെന്നല്ലേ ഉള്ളൂ, നമുക്ക് അവളെ ഓർമ്മയുണ്ടല്ലോ. ഡാനിന്റെ വാക്കുകൾ വിദ്യയ്ക്കും പ്രചോദനമായിരുന്നു. അവൾക്ക് നമ്മൾ കൂടുതൽ സമയം കൊടുക്കണം, വിദ്യ തറപ്പിച്ചു പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഷൂലിയുടെ സഹോദരിയോട് അതാരാണെന്ന് ഡാൻ ചോദിച്ചു. അങ്കിളാണെന്നും അച്ഛൻ 10 കൊല്ലം മുമ്പ് മരണപ്പെട്ടെന്നും അവൾ ഡാനിനോട് പറഞ്ഞു. ആശുപത്രിയിൽ തന്നെ മരുന്ന് വാങ്ങാനും എല്ലാത്തിനും ഡാൻ അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വൈകി ഡാൻ മുറിയിലേക്ക് ചെന്നു. അന്നാണ് ഇഷാനിയും മാൻജിത്തും സ്നേഹത്തിലാണെന്ന കാര്യം ഡാൻ തിരിച്ചറിയുന്നത്. അവനതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങോട്ടേക്ക് വന്ന അവനോട് അവർ പരാതികൾ പറയാൻ തുടങ്ങി. നിലവിൽ മുഴുവൻ സമയവും അവൻ ആശുപത്രിയുമായി ചുറ്റിപ്പറ്റി കഴിയുന്നതുകൊണ്ട് ഹോസ്പിറ്റലിലെ അവന്റെ ജോലികളൊക്കെ ഓവർ ടൈം ചെയ്ത് ചെയ്യുന്നത് മാൻജിത്തും ഇഷാനിയുമാണ്. അവർക്കത് വയ്യാതായിരുന്നു. ഇങ്ങനെ തുടർന്ന നിന്നെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കും, ഡിപ്ലോമയും പോവും എന്ന് ഇഷാനി വാൺ ചെയ്തെങ്കിലും ഡാനിനതൊന്നും വിഷയമേ ആയിരുന്നില്ല. ഡാനിന്റെ ജോലിയും ഡാനിന്റെ ചെലവുകളും ഒക്കെ നോക്കുന്നത് അവരായതുകൊണ്ട് അവർക്കതിൽ നീരസവും വന്നു തുടങ്ങിയിരുന്നു. മാൻജിത്ത് അത് പ്രകടിപ്പിച്ചു. നീ 24 മണിക്കൂറും ആശുപത്രിയിലല്ലേ? ആ ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്, അവള് രക്ഷപ്പെടാൻ വല്ല സാധ്യതയുമുണ്ടോന്ന് പെട്ടെന്നവൻ പറഞ്ഞുപോയി. ഡാൻ ഒരു നിമിഷം വല്ലാതെ ദുഃഖം തോന്നിയിരുന്നു. നിങ്ങളൊക്കെ സാധ്യത നോക്കി മാത്രമേ ഒരു കാര്യം ചെയ്യാറുള്ളൂവല്ലേ എന്നവൻ തിരികെ ചോദിച്ചു. ശേഷം ടോയ്ലറ്റിന്റെ വാതിലടച്ചു. താൻ ചോദിച്ചതൽപ്പം കടന്നുപോയില്ലേ എന്ന് മാൻജിത്തിനും തോന്നിയിരുന്നു. ഇഷാനി അവനെ കുറ്റപ്പെടുത്തി. പക്ഷേ വൈകാതെ തന്നെയായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഷൂലിക്ക് ഫിറ്റ്സ് വരുന്നത്. വിവരമറിഞ്ഞ് വിദ്യയുടെ കുടുംബവും അങ്കിളും ഡാനും അവിടെ എത്തിയിരുന്നു. അങ്കിൾ പതിവ് പോലെ നെഗറ്റീവായി സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആരുമില്ലേ? അവിടെ ഇനി ഇങ്ങനെ തളർന്നു കിടക്കേയുള്ളൂ. അവൾക്ക് ഇതുപോലെ ജീവിക്കണമെന്നില്ലെങ്കിലോ? അത് കേട്ടതൻ ഡാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ടാകും, അവൾക്ക് ജീവിക്കണമെന്നുണ്ടാകും. എനിക്ക് 100% ഉറപ്പാ. അത് മാത്രമല്ല, ഇത് അവളുടെ ജീവിതമാ. ഇതിൽ തീരുമാനമെടുക്കാൻ നമ്മൾ ആരാ? അവളോട് വേണേ ചോദിച്ചു നോക്ക്, അവൾക്ക് മരിക്കണമെന്നുണ്ടാവില്ല. അവന്റെ വാക്കുകൾ ഷൂലിയുടെ അമ്മയായ വിദ്യയെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കുന്നതായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ഷൂലിയുടെ ട്രീറ്റ്മെന്റ് തുടരുവാൻ അതോടെ അവർ വീണ്ടും തീരുമാനിച്ചു. അവൻ ICUവിൽ ഷൂലിയുടെ മുമ്പിലെത്തി. ഷൂലിയോടെന്ന പോലെ സംസാരിച്ചു. നിന്റെ അങ്കിളുണ്ടല്ലോ, അയാൾ വല്ല കാട്ടിലും കിടക്കേണ്ട സാധന. എന്തൊക്കെ അങ്ങേര് പറയുന്നേ? കുറച്ചു നാളത്തേക്ക് നിനക്ക് ചിലപ്പോൾ ഈ മെഷീന്റെ സപ്പോർട്ടൊക്കെ വേണമായിരിക്കും. അതൊന്നും ഒരു കുഴപ്പമല്ല. കുറച്ചും കൂടി സമയമെടുത്ത് നീ അങ്ങ് ഓക്കെ ആയി വന്നാ മതി. ക്ഷമയോടെ കുറച്ച് കാത്തിരുന്നാൽ മാത്രം പോരെ. ദിവസങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഡാനിന് ഉറങ്ങാൻ സാധിച്ചില്ല. ഡാൻ മട്ടുപ്പാവിലേക്ക് വന്നു നിൽക്കുമ്പോ പുറത്ത് പാതിരാമുല്ല പൂത്ത് പൂക്കൾ വീണ് കിടക്കുന്നത് അവൻ കണ്ടു. ഷൂലിക്ക് പാതിരാമുല്ല ഇഷ്ടമുള്ള കാര്യം അവൻ അറിയാമല്ലോ. അവൻ അതുകൊണ്ട് തന്നെ ആ മുല്ലപ്പൂക്കൾ പെറുക്കിയെടുത്തു. അതിന് നല്ല സുഗന്ധമുണ്ടായിരുന്നു. ഉടനടി
അതുമായി അവൻ ഷൂലിയുടെ അടുത്തേക്ക് പോയി ഷൂലിയുടെ ബെഡിന് സമീപം അവനത് വെക്കുകയും ചെയ്തു. ശേഷം അവൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്തു. ഉറക്കം വന്നപ്പോ അവിടുത്തെ കോറിഡോറിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ഷൂലിയെ നോക്കിക്കൊണ്ടിരുന്ന നേഴ്സ് ഷൂലി ശ്വസിക്കുന്ന പോലെ എന്തോ മണക്കുന്ന പോലെ മൂക്കനക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴാണ് പാതിരാ മുല്ലപ്പൂക്കൾ അവർ ശ്രദ്ധിക്കുന്നത്. വൈകാതെ ഡോക്ടർ കവറത് റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർ പിറ്റേന്ന് വന്ന് സംഭവങ്ങൾ പരിശോധിച്ചു. ഷൂലിയുടെ അമ്മ വിദ്യയോട് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു. ചില ശക്തമായ മണങ്ങളോട് കോമാ പേഷ്യന്റ് പ്രതികരിക്കാറുണ്ട്. ഇതും അത്തരത്തിലൊന്നാണ്. ഇതൊരു നല്ല സൂചനയായിരിക്കില്ലേ ഡോക്ടർ? വിദ്യ ചോദിച്ചു. തീർച്ചയായും നല്ല സൂചന തന്നെയാണ് എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. വിദ്യയ്ക്കും കുടുംബത്തിനും അതൊരു പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു. പകൽ മുഴുവൻ ആശുപത്രിയിലൊക്കെ നിൽക്കുകയും രാവിലെ ജോലിക്ക് വന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്നത് ഡാൻ ഒരു പതിവാക്കിയിരുന്നു. മാനേജർ അടക്കം അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഡാൻ വീണ്ടും ഷൂലിയെ കാണാൻ വന്നു. ഷൂലിയെ നോക്കുന്ന നേഴ്സുമായും അവൻ പരിചയത്തിലായി. ഒരു ദിവസം രാത്രിയിൽ അങ്കിളാണ് ഷൂലിയുടെ ബൈസ്റ്റാൻഡർ. ഷൂലിയുടെ അമ്മയ്ക്ക് പനിയാണ് എന്ന് നേഴ്സ് പറഞ്ഞപ്പോ അങ്കിളിനെ ഷൂലിയുടെ വെന്റിലേറ്റർ പ്ലഗിന്റെ അടുത്തിരുത്തരുത്, മാറ്റിയിരുത്തിക്കോണം എന്നവൻ പറഞ്ഞു. അത് കേട്ട് നേഴ്സ് വരെ ചിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിൽ ഷൂലിക്ക് വേണ്ടി പുറത്തുനിന്നൊരു മരുന്ന് വാങ്ങണമായിരുന്നു. ഡാനായിരുന്നു അത് വാങ്ങാൻ പോയത്. പക്ഷേ അവിടെ കാർഡ് എടുക്കാത്തതുകൊണ്ട് അവന് പണം ആവശ്യമായി വന്നു. കയ്യിലാണേൽ അധികം പണവുമില്ല. അവൻ പോയി ഇഷാനിയോടും മാൻജിത്തിനോടും സഹായം ചോദിച്ചു. അവർ പണം കൊടുത്തു. കൂട്ടത്തിൽ മാൻജിത്ത് പറഞ്ഞു, നീ കുടുംബകാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ആളാണല്ലോ, എന്നിട്ട് അവരുടെ കുടുംബകാര്യത്തിൽ നിനക്കെന്താ ഇടപെടാൻ പറ്റാതിരിക്കുന്നേ? നിന്റെ ഉടുപ്പിന് മുഴുവൻ ഇപ്പോ ആ ആശുപത്രിയുടെ നാറ്റമാ. എനിക്ക് ഈ പണം വേണ്ടെന്ന് പറഞ്ഞ് ഡാൻ പോവാൻ തുടങ്ങിയതും എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഇഷാനി പണം അവന്റെ കയ്യിൽ കൊടുത്തു. ഞങ്ങളത്ര മനസാക്ഷിയില്ലാത്തവരൊന്നുമല്ല എന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ എന്നെ എന്തു വേണേ പറഞ്ഞു, ഞാനിനി ഇങ്ങനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ ഡാൻ അവിടെ നിന്ന് പോന്നു. വൈകാതെ ഷൂലി കണ്ണു തുറന്നിരുന്നു. പതിയെ പതിയെ ഷൂലിക്ക് കൃഷ്ണമണി അനക്കാനും സാധിക്കുന്നുണ്ട്. വിവരമറിഞ്ഞ സന്തോഷത്തോടെ വിദ്യയും സഹോദരങ്ങളും എത്തി. ഡാനിനും അത്രമേൽ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അവരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് ഡോക്ടറെ പോവാനിറങ്ങുമ്പോ ഡാൻ ഡോക്ടറുടെ അടുത്ത് ഓടിച്ചെന്ന് ഷൂലിയെ പറ്റി ചോദിച്ചു. അവൾ ശ്രമിക്കുന്നുണ്ടെന്നും കുറച്ച് സമയമെടുക്കുമെങ്കിലും ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ അവനോടായി പറഞ്ഞു. ഷൂലിക്ക് അടുത്ത് ചെന്ന് കൈകൾ ഞൊടിച്ച് അവൾ കണ്ണുകൾ ചലിപ്പിക്കുന്നത് ഡാൻ നോക്കിക്കണ്ടു. എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷവും അവൻ അനുഭവപ്പെട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡാൻ വീണ്ടും ആശുപത്രിക്കാരും കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ടായിരുന്നു. ഇഷാനി ഒരിക്കൽ അവനെ എതിരിട്ട് ചോദിച്ചു, ഡാൻ, നീ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നിനക്കെന്താ നഷ്ടപ്പെടുന്നതെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? അവള് നിന്റെ അടുത്ത കൂട്ടുകാരിയായിരുന്നില്ലേ? എന്നിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? ഡാൻ തിരികെ ചോദിച്ചു. ഇപ്പോഴും അവൾ എന്റെ അടുത്ത കൂട്ടുകാരി തന്നെയാ. പക്ഷെ ജോലിക്കും വീട്ടുകാർക്കും കരിയറിനുമാ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ടേ? നമ്മൾ കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കണ്ടേ? ഡാൻ മറുപടി പറഞ്ഞില്ല. അവൻ അവിടെ നിന്ന് നടന്നു പോന്നു. വൈകാതെ ഒരു ദിവസം ഷൂലിക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് എന്നൊരു ഡോക്ടർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെയും സഹോദരങ്ങളുടെയും പേര് പറഞ്ഞപ്പോ അറിയാമെന്നവൾ കണ്ണനക്കിക്കൊണ്ട് കാണിച്ചു. ഡാനിന്റെ പേര് ചോദിക്കാൻ പറഞ്ഞു. ഡോക്ടർ അത് ചോദിച്ചപ്പോ അവൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഡാനിന് അതിൽ ചെറിയ വിഷമം തോന്നിയെങ്കിലും അവനത് പ്രകടിപ്പിച്ചില്ല. അന്ന് വൈകിട്ട് ഡാൻ തനിച്ചായപ്പോ അവൻ ഷൂലിയുടെ മുമ്പിൽ ചെന്നു. ഷൂലിയോട് ചോദിച്ചു, എന്നെ നിനക്ക് മനസ്സിലായിട്ടേ ഇല്ലേ? കണ്ണുകൾ അനക്കി മനസ്സിലായെന്നവൾ മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ മനസ്സിലായെന്നവൾ പറയാതിരുന്നത് എന്നതൊരു അർത്ഥത്തോടെ ഡാൻ സ്വയം തിരിച്ചറിഞ്ഞു. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് എന്ന് ചെറിയൊരു നാണത്തോടെ പറഞ്ഞവൻ അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഷൂലി തന്നെ പ്രണയിക്കുന്നുണ്ട് എന്നവൻ സ്വയം അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. സ്വയം വിശ്വസിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അധികം ജോലിക്കൊന്നും പോവാത്തതുകൊണ്ടും ചിലവുകൾ കൂടുന്നതുകൊണ്ടും ഡാനിന്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരായിരുന്നു അവനെ സഹായിച്ചുകൊണ്ടിരുന്നത്. താമസിക്കുന്ന മുറിയുടെ റെന്റ് പോലും അവരായിരുന്നു കൊടുത്തത്. ഇനിയും ഇതിങ്ങനെ സ്വയം താങ്ങാൻ പറ്റില്ല എന്ന് മാൻജിത്ത് ഡാനിനോട് പറഞ്ഞു. ഡാനിന് സങ്കടം തോന്നിയെങ്കിലും അവനത് പ്രകടിപ്പിച്ചില്ല. നല്ല ചികിത്സ കൊണ്ടും നല്ല കെയർ കൊണ്ടും ഷൂലിയുടെ അവസ്ഥ മെച്ചപ്പെട്ടു വന്നു. വെന്റിലേറ്ററിൽ നിന്നും അവളെ റൂമിലേക്ക് മാറ്റി. ഷൂലിക്ക് ഓർമ്മ വരുവാൻ, കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കുവാൻ തങ്ങളുടെ ഫാമിലി ചിത്രങ്ങൾ ആ മുറിയുടെ പല ഭാഗത്തും സഹോദരങ്ങൾ വെച്ചിരുന്നു. ഡാനും തന്റെ ഒരു ചിത്രം കൊണ്ടുവന്നു. ഷൂലി ഏറ്റവും കൂടുതൽ നോക്കുന്ന ഇടത്തേക്ക് കൃത്യമായി അവൻ ആ ഫോട്ടോ പതിപ്പിച്ചു. ഷൂലിക്ക് കൂട്ടായി മുറിയിൽ എപ്പോഴും ഡാനും നിൽക്കാൻ ആരംഭിച്ചു. അവിടുത്തെ സോഫയിൽ അവൻ കിടന്നുറങ്ങി. പക്ഷേ ഡാനിന്റെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയായിരുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഡാൻ ജോലിക്ക് വന്നത് ആകെ 55 ദിവസമാണ്. അതിന്റെ പേരിൽ അവൻ വാൺ ചെയ്യപ്പെട്ടു. ഇനിയും ഇത് തുടർന്നാൽ ഡാനിനെ പുറത്താക്കും എന്നായിരുന്നു വാണിംഗ്. പുറത്തേക്കിറങ്ങിയപ്പോ മാനേജർ ഡാനിനടുത്ത് വന്ന് പറഞ്ഞു, ഡാൻ, ഇനി ഒരു 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, എങ്ങനെയും പിടിച്ചു നിൽക്കാൻ നോക്ക്.
ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കിയ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലും നിനക്ക് പിന്നെ ജോലി കിട്ടില്ല. നാളെ തൊട്ട് നീ കൃത്യസമയത്തിനെത്തണം. മാനേജർ പറഞ്ഞപ്പോ ഡാൻ സമ്മതിച്ചു. പക്ഷേ അടുത്ത ദിവസം തന്നെ ജോലിക്ക് വന്ന ഡാനും മറ്റൊരു എംപ്ലോയിയും തമ്മിൽ കഫറ്റേരിയയിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഡാൻ ഫുഡ് വിളമ്പിയപ്പോ ഗ്ലൗസ് ഇട്ടില്ല എന്ന പേരിലായിരുന്നു അത് തുടങ്ങിയത്. പിന്നെ പറയണ്ടല്ലോ, ജോലിയിൽ നിന്നും ഡാൻ പിരിച്ചുവിടപ്പെട്ടു. 3 ലക്ഷം രൂപ ഡാനിന്റെ കുടുംബത്തിന് ഹോട്ടലിന് അടയ്ക്കേണ്ടിയും വന്നു. അടുത്ത ദിവസം ആശുപത്രിക്ക് മുമ്പിലുള്ള ചായക്കടയിൽ വെച്ച് ഡാൻ തന്റെ അമ്മയെ കണ്ടു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാനിന്റെ ടെർമിനേഷൻ ലെറ്ററും മറ്റും അവർക്ക് അയച്ചിരുന്നു. ഡാനിന്റെ കൂട്ടുകാരിൽ നിന്ന് ഡാനിന്റെ മാറ്റവും ഡാൻ ചെയ്യുന്ന പ്രവൃത്തികളും അവരറിഞ്ഞിരുന്നു. ഒക്കെ ഞാൻ ശരിയാക്കിക്കോളാം അമ്മ എന്ന് ഡാൻ പറഞ്ഞെങ്കിലും മറ്റാരെക്കാളും ഡാനിന്റെ കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നു. ആശുപത്രിയല്ലേ ഇപ്പോ നിന്റെ ലോകം. സത്യം പറ, ആ പെണ്ണ് നിന്റെ ഗേൾഫ്രണ്ടോ മറ്റോ ആയിരുന്നോ? നീ എന്താ നിന്റെ ഭാവി വെച്ച് കാട്ടിക്കൂട്ടുന്നേ ഡാൻ എന്നമ്മ ചോദിച്ചു. ഡാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് അവളെ കാണാൻ പറ്റുമോ എന്നമ്മ ചോദിച്ചതും ഷൂലിയെ കാണുവാൻ ഡാൻ അമ്മയെയും കൂട്ടി ഷൂലിയുടെ മുമ്പിലെത്തി. ഷൂലിയുടെ അവസ്ഥ കണ്ടതും ഡാനിന്റെ അമ്മയ്ക്ക് സങ്കടം വന്നിരുന്നു. അവിടെ ആ സമയം വിദ്യയും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു. ഡാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു നെടുന്തൂണ് പോലെയാണെന്നും താൻ തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിൽ ഡാനാണ് പിന്തുണച്ചത് എന്നുമൊക്കെ ഡാനിനെ പറ്റി വിദ്യ ഒരുപാട് പറഞ്ഞു. പക്ഷേ അതൊന്നും ഡാനിന്റെ അമ്മയ്ക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാര്യമൊക്കെ ശരിയാണ്, ഡാൻ നല്ല കാര്യമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കൂട്ടത്തിൽ ഡാൻ അവന്റെ കരിയർ നശിപ്പിക്കുകയും അവന്റെ പാരന്റ്സിന് സമയം തരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റായി അവർ അവിടെ പറഞ്ഞു വെച്ചു. വിദ്യയ്ക്കും അത് മുഴുവൻ മനസ്സിലാകുമായിരുന്നു. അപ്പോഴാണ് ഷൂലിയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന്റെ കാര്യവുമായി ഡാൻ അങ്ങോട്ടേക്ക് വരുന്നത്. വിദ്യ ഡാനിനൊപ്പം ഉടൻ അവിടെ നിന്ന് പോന്നു. അവർ തിരികെ എത്തുമ്പോ ഡാനിന്റെ അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഡാനിന്റെ അവസ്ഥയിൽ ഡാനിന്റെ കുടുംബം ഏറെ ദുഃഖിക്കുന്നുണ്ട് എന്ന് വിദ്യ തിരിച്ചറിഞ്ഞു. അന്നവർ ഒരുപാട് ആലോചിച്ചു. ഡാൻ ഷൂലിയെ കാണാൻ വന്നപ്പോൾ ഡാനിനോട് അവർ തുറന്ന് സംസാരിച്ചു. നീ പൊക്കോളുടാൻ, നിനക്കൊരു കുടുംബമുള്ളതാണ്. നിന്നെപ്പറ്റി നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. മോന്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ്. ഞാൻ ഒരുപാട് സ്വാർത്ഥത കാണിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നീ പൊക്കോളൂ, വേവലാതിപ്പെടണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് നോക്കാവുന്നതേയുള്ളൂ. വിദ്യ അതൊക്കെ പറയുമ്പോ ഷൂലി അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പ്ലീസ് ഡാൻ എന്നുകൂടി വിദ്യ പറഞ്ഞതോടെ ഡാൻ അവിടെ നിന്ന് പോന്നു. ഷൂലിയുടെ അമ്മ പറഞ്ഞതാണല്ലോ, കരിയറും നല്ലൊരു ഭാവിയും ഡെവലപ്പ് ചെയ്യണം. ഡാൻ നേരെ കുളുവിലേക്ക് മാറി. അവിടെ ഒരു റെസ്റ്റോറന്റിൽ മാനേജറായി ജോലി നോക്കാൻ തുടങ്ങി. നല്ല പെർഫോമൻസിൽ നല്ല രീതിയിൽ ഡാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒഴിവു സമയങ്ങളിലൊക്കെയും അവനാകെ ചിന്തിച്ചത് ഷൂലിയെപ്പറ്റി മാത്രമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇതിനിടയിൽ ഷൂലിയുടെ വിശേഷങ്ങൾ ഡാൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ഈവിന്റെ രാത്രി ഷൂലിയെപ്പറ്റി അറിയുവാൻ ഡാൻ വിദ്യയെ വിളിച്ചു. പക്ഷേ ഷൂലിയുടെ അവസ്ഥ കൂടുതൽ മോശമായതായും അവൾ ഒന്നിനോടും പ്രതികരിക്കാത്തതായതായും അവൾക്ക് ഫിറ്റ്സ് വന്നതായും വിദ്യ ഡാനിനോട് പറഞ്ഞു. ഡാൻ പോയതിൽ പിന്നെ ഷൂലി ഒന്നിനോടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ അവളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അവളിപ്പോ വാശിയോടെന്ന പോലെ മേലെ മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അവളെ മയക്കിക്കെടുത്തുകയും കൈയൊക്കെ കെട്ടിയിടുകയും ചെയ്യുകയാ ചെയ്യുന്നേ. അവർ ഡാനിനോട് അതൊക്കെ പറഞ്ഞപ്പോ ഡാൻ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. ഡാനിനോട് ജോലിയിൽ ശ്രദ്ധിക്കാനും ആരോഗ്യം നോക്കാനും പറഞ്ഞ് വിദ്യ ഫോൺ കട്ട് ചെയ്തു. ഡാനിനെന്ന് ഉറക്കമേ വന്നില്ല. തിരിച്ചു പോവാൻ ഡാൻ തീരുമാനിച്ചിരുന്നു. വിദ്യ പുലർച്ചെ നോക്കുമ്പോ കണ്ടത് ഹോസ്പിറ്റൽ ലോബിയിൽ വന്ന് കാത്തിരിക്കുന്ന ഡാനിനെയാണ്. ഡാനിനെ നോക്കി വിദ്യയൊന്ന് പുഞ്ചിരിച്ചു. അന്നും ഫിസിയോതെറാപ്പിസ്റ്റ് ഷൂലിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഷൂലി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറോട് ചോദിച്ച് ഷൂലിയുമായി ഡാൻ ഒന്ന് മാറി നിന്നു. അവൻ ഷൂലിയോട് പറഞ്ഞു, നിന്നെ ഞാൻ അങ്ങനെ വിട്ടിട്ട് പോയതിൽ നിനക്കെന്നോട് ദേഷ്യമുണ്ടല്ലേ? നമുക്ക് പെട്ടെന്ന് സുഖമാവണ്ടേ? ഡാൻ അത് പറയുമ്പോ ഷൂലിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഡാൻ തിരികെ വന്നതിലുള്ള സന്തോഷവും അവളുടെ മുഖത്ത് കാണപ്പെട്ടു. അന്ന് ഷൂലിക്കൊപ്പം ബെഡിൽ തലവെച്ച് ഡാൻ ഇരുന്നിരുന്നു. ഷൂലി ചെറു പുഞ്ചിരിയോടെ ഡാനിനെ നോക്കിക്കൊണ്ടേയിരുന്നു. വീണ്ടും പതിയെ പതിയെയാണെങ്കിലും ഷൂലിയുടെ അവസ്ഥ മെച്ചപ്പെട്ടു വന്നു. പതിയെ ഒച്ചയുണ്ടാക്കാനും അമ്മ എന്ന് പറയാനുമൊക്കെ ഷൂലിക്ക് സാധിച്ചു. വൈകാതെ ഷൂലി ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെയും ഷൂലിയെ ടേക്ക് കെയർ ചെയ്യാൻ ഡാൻ ഉണ്ടായിരുന്നു. ഡാനും ഷൂലിയുടെ കുടുംബത്തിന്റെ ഭാഗമായി മാറി. ഷൂലിക്ക് ഡാനിനോട് പ്രണയമുണ്ടോ എന്നതിലപ്പുറം അവൻ കാണിക്കുന്ന കെയറിങ്ങും അവൾക്ക് വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ അവൾക്കുള്ളിൽ അവനോടൊരു താല്പര്യം തന്നെ ജനിപ്പിച്ചിരുന്നു. ഓരോ ദിവസവും ഷൂലിയുമായി അവൻ വോക്കിങ്ങിന് പോവും. വീൽചെയറിൽ അവളെ തള്ളിക്കൊണ്ട് പാർക്കിലോ മറ്റെവിടെങ്കിലും പോയിരുന്ന് അവർ സംസാരിക്കും. അങ്ങനെ ഒരിക്കൽ പാർക്കിൽ പോയിരിക്കുമ്പോ ഡാൻ അന്ന് ഷൂലിയോട് ചോദിച്ചു, നീ ടെറസിൽ നിന്ന് വീണ ആ ദിവസം ഓർമ്മയുണ്ടോ? നീ എന്തിനാന്ന് ഡാൻ എവിടെ പോയെന്ന് ചോദിച്ചത്. അന്ന് ആദ്യമായി ഡാൻ എന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ ഉച്ചത്തിലൊരു വിളി അവൾ വിളിച്ചു.
ഡാനിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം അന്ന് അനുഭവപ്പെട്ടിരുന്നു. ഷൂലിയെ അന്നവൻ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഷൂലിയെ എടുത്ത് അവൻ ബെഡിൽ കിടത്തുമ്പോ ഷൂലി അവനെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. ഡാനിനോട് അവൾക്ക് വലിയൊരു അടുപ്പമുള്ള പോലെ. അന്ന് യാത്ര പറഞ്ഞ് ഡാൻ പോകുമ്പോ ഡാൻ പോകുന്ന വഴിയിലേക്ക് അവൾ കുറെ നേരം നോക്കി നിന്നു. പിറ്റേന്ന് പുലർച്ചെ ഡാൻ എഴുന്നേറ്റ് നോക്കുമ്പോ ഫോണിൽ കുറേയധികം മിസ് കോൾ ഉണ്ടായിരുന്നു. അതും ഷൂലിയുടെ അമ്മയുടേത്. ഡാൻ തിരക്ക് പിടിച്ച് ഷൂലിയുടെ വീട്ടിലേക്കെത്തി. രാത്രിയിൽ ഷൂലിക്ക് ഫിറ്റ്സ് വന്നെന്നും ഹൃദയാഘാതം സംഭവിച്ച് ഷൂലി ഈ ലോകം വിട്ടുപോയി എന്നും അവൻ അറിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ മരണപ്പെട്ട ഷൂലി കിടന്നിരുന്ന ബെഡിൽ പോയി ഡാൻ കുറച്ചധികം സമയമിരുന്നു. അവന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. അധികം വൈകാതെ ഷൂലിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയത് പോലും ഡാൻ ആയിരുന്നു. അതുമായി ഡാൻ ഷൂലിയുടെ വീട്ടിലേക്കെത്തി ഫാമിലിക്കൊപ്പം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അന്ന് ഷൂലിയുടെ അമ്മ പറഞ്ഞു, നീ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നില്ലേ അവൾക്കെന്താ ഷൂലി എന്ന് പേരിട്ടതെന്ന്. അവൾക്ക് പാതിരാമുല്ല ഒരുപാട് ഇഷ്ടമായിരുന്നു. പാതിരാമുല്ലയ്ക്ക് ബംഗാളിയിൽ ഷൂലി എന്നാ വിളിക്കുന്നേ. അതുകൊണ്ട് അവൾക്ക് ആ പേരിട്ടത്. ഒക്ടോബർ മാസത്തിൽ പാതിരാമുല്ല പൂക്കും. എല്ലാ വർഷവും ഒക്ടോബർ ആവാൻ ഷൂലി കാത്തിരിക്കുമായിരുന്നു. ഒടുവിൽ പൂ പൊഴിയുമ്പോ മുത്തച്ഛനും അവളും കൂടി കൂടെ നിറയെ അത് പെറുക്കി വെക്കും. പാതിരാമുല്ലയ്ക്ക് ആയുസ് കുറവാണ്. അവളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ പാതിരാമുല്ലയെപ്പോലെ അവൾക്കും ആയുസ് കുറവായിരുന്നു എന്ന് ഡാൻ പറഞ്ഞു. എല്ലാവരിലും വല്ലാത്തൊരു ശാന്തത കാണപ്പെട്ടിരുന്നു. ഒപ്പം ഷൂലിയെ പറ്റിയുള്ള ഓർമ്മകളും. പിന്നീട് കുറച്ചധികം മാസങ്ങൾ കടന്നുപോയി. ഡാൻ തന്റെ ഡിപ്ലോമ പൂർത്തീകരിച്ച് പഴയ ഹോട്ടലിൽ തന്നെ ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്ത് സോസ് ഷെഫായി ജോലി നോക്കാൻ ആരംഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിദ്യയുടെ ഫോൺ കോൾ അവനെ തേടിയെത്തി. പിന്നാലെ വിദ്യയെ കാണുവാൻ ഡാൻ പുറപ്പെട്ടു ചെന്നു. അവർ തമ്മിൽ അന്ന് ഒരുപാട് സംസാരിക്കാനിരുന്നു. തന്റെ വിശേഷങ്ങളും ജോലിയുടെ കാര്യവുമൊക്കെ അവൻ വിദ്യയോട് പറഞ്ഞു. ഡാനിന്റെ കരിയർ അച്ചീവ്മെന്റിൽ വിദ്യ സന്തോഷിച്ചിരുന്നു. പിന്നാലെ വിദ്യ പറഞ്ഞു, ഇടയ്ക്കൊക്കെ അവളെപ്പറ്റി ആരോടെങ്കിലും പറയണമെന്ന് തോന്നും. പക്ഷെ ആരോട് പറയാനാ, അവരുടെ മൂടും കൂടി നശിപ്പിക്കേണ്ടെന്ന് കരുതും. എനിക്കും അതെ. ഞാനും അവളെപ്പറ്റി സംസാരിച്ചിട്ട് ഒരുപാടായി. ഞങ്ങള് ട്രിച്ചിയിലുള്ള തറവാട്ടിലേക്ക് മാറാൻ പോവുകയാണ്. അവിടെയാ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അങ്ങോട്ടേക്ക് മാറും. ആന്റി എപ്പോ പോവാണല്ലേ? വിദ്യ മറുപടി പറഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞ് ഒരു വിതുമ്പലോടെ അവർ പറഞ്ഞു. ഗാർഡനിലുള്ള ഷൂലിയുടെ പവിഴമല്ലി മരത്തിനെ ഒറ്റക്കാക്കി പോവാൻ ഒരു വിഷമം പോലെ. ഗാർഡനിലെ പവിഴമല്ലിയിലേക്കും അതിൽ നിന്ന് വീണ് കിടക്കുന്ന പൂവിലേക്കും ഡാൻ ഒന്നു നോക്കി. നിറകണ്ണുകളോടെ, വേദനയോടെ, സന്തോഷത്തോടെ ഡാൻ പറഞ്ഞു, അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. ആന്റി വിഷമിക്കണ്ട. കൃത്യമായ അവകാശിയുടെ കയ്യിൽ താനത് ഏൽപ്പിക്കുന്നു എന്നൊരു സന്തോഷം, പുഞ്ചിരി വിദ്യയുടെ മുഖത്ത് പ്രകടമായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം വിദ്യയും കുടുംബവും ട്രിച്ചിയിലേക്ക് താമസം മാറ്റി. ഡാൻ വന്ന് ഷൂലിയുടെ പ്രിയപ്പെട്ട പാതിരാമുല്ല ഒരു വണ്ടിയിൽ തന്റെ ഇടത്തേക്ക് കൊണ്ടുപോവാൻ ആരംഭിച്ചു. ആ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഷൂലി അവന്റെ എല്ലാമായി മാറിയിരുന്നു. അപൂർവമായി മാത്രം ലോകത്തിൽ സംഭവിക്കുന്ന ചില ഇഷ്ടങ്ങളുണ്ട്. ഡാനിന്റേതും ഷൂലിയുടേതും എന്ന പോലെ. അത്രമേൽ മികച്ച ഒക്ടോബർ എന്ന ഈ ചലച്ചിത്രം ആ ദൃശ്യത്തിൽ അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.